അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തങ്ങൾ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ എന്ന് നിഷേധിച്ചവർ ആഗ്രഹിച്ചു പോകുന്ന ഒരു കാലം വരും എന്നാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്, അങ്ങനെയുള്ളവരെ തിന്നാനും സുഖിക്കാനും ആശമൂത്ത് അശ്രദ്ധരായി ജീവിക്കാനും അവരെ വിട്ടേക്കുക. അതിൻ്റെ ഭവിഷ്യത്ത് വഴിയെ അവർ അറിഞ്ഞുകൊള്ളും. തീറ്റയും സുഖഭോഗവും മാത്രമുള്ള ഒരു ചിന്തയും നിരീക്ഷണവുമില്ലാത്ത ഒരു മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ നബിയെ താങ്കൾ അവരെ ഉപേക്ഷിക്കുക. അവരുടെ ആശകളൊക്കെ നടക്കട്ടെ, അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം പൂവണിയട്ടെ, അവസരങ്ങളെല്ലാം തൊലച്ച് അവരുടെ ജീവിതം എവിടം വരെ എത്തുന്നെന്ന് അവിടെ എത്തട്ടെ, അവരെ അവരുടെ പാട്ടിന് ജീവിക്കാൻ വിട്ടേക്കുക. വഞ്ചനയുടെ സുഖജീവിതത്തിൽ മുങ്ങിക്കുളിച്ച് ആഗ്രഹങ്ങളുടെ കുതിരപ്പുറത്ത് കയറി തങ്ങൾ എന്നെന്നും ഇവിടെ ജീവിക്കുമെന്ന് വ്യാമോഹിച്ച് ആശിച്ചതെല്ലാം തങ്ങൾ നേടുമെന്ന് സ്വപ്നം കണ്ട് ആരും തങ്ങളെ തടുക്കാനില്ലെന്നും ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരുടെയും ആസൂത്രണങ്ങളില്ലെന്നും കിട്ടിയതെല്ലാം കൊണ്ട് ഒടുവിൽ തങ്ങൾ രക്ഷപ്പെടുമെന്ന് തെറ്റിദ്ധരിച്ച് കഴിഞ്ഞുകൂടുന്ന ആ നാശകാരികളെ ഓർത്ത് താങ്കളുടെ മനസ്സ് പുണ്ണാക്കേണ്ടതില്ല. ആശകൾ മനുഷ്യ മനസ്സിൽ എപ്പോഴും മിന്നിമറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ പിന്നാലെ അവൻ നടക്കും. അത് സഫലമാകുന്നതിൽ അവൻ വ്യാപൃതനായിരിക്കും, അതിലാണ്ടുപോകും. അങ്ങനെ അയാൾ അള്ളാഹുവിൻ്റെ ഒരു സുരക്ഷിത അതിർത്തിയുടെ പരിധി അങ്ങോട്ട് കിടക്കും. അള്ളാഹുവിനെ മറക്കും, വിധിയെ മറക്കും, മരണത്തെ അവഗണിക്കും. തനിക്ക് ചില നിർബന്ധ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നും ചില ഹറാമുകൾ ഉണ്ടെന്നും മാത്രമല്ല, ഇവിടെ ഒരു അള്ളാഹു ഉണ്ടെന്നും മരണവും പുനർജന്മവും ഒക്കെ ഉണ്ടെന്ന കാര്യം അയാൾ മറന്നു പോകും. ഇത്തരമൊരു മാരകമായ ആശയിൽ അശ്രദ്ധരായി കഴിയാൻ അവരെ അനുവദിച്ചു കൊള്ളാനാണ് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്. ഭവിഷ്യത്ത് അവർ വഴിയെ അറിഞ്ഞുകൊള്ളും. പക്ഷേ അവസരം നഷ്ടപ്പെട്ട ശേഷം ആ അറിവ് കൊണ്ട് പ്രയോജനമുണ്ടാകില്ല. അവർക്കുള്ള ശക്തമായ ഒരു ഭീഷണിയും അവരുടെ സുനിശ്ചിതമായ ഒരു വ്യാമോഹങ്ങളിൽ നിന്ന് വേണമെങ്കിൽ ഉണർന്നുകൊള്ളൂ എന്ന് ഉത്ബോധനമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല അത്തരക്കാരിൽ നിന്ന് നമ്മെല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.